ഹായ് ഓൾ. MRHന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലബാർ റിസോഴ്സ് ഹബിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ധാരാളം വീഡിയോസും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടഫുള്ള നിങ്ങളുടെ സബ്ജക്ട്സ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസുകൾ ഇഷ്ടംപോലെ നമ്മൾ യൂട്യൂബിലും കുറേ സോഴ്സസിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അതേപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് മലബാർ പോളിടെക്നിക്കിലെ കോളേജിലെ അധ്യാപകരും അതോടൊപ്പം തന്നെ നിരവധി ഫാക്കൽറ്റീസ്, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള എല്ലാ നിരവധി ഫാക്കൽറ്റീസ് അടങ്ങിയിട്ടുള്ള മലബാർ റിസോഴ്സ് ഹബിലൂടെ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ഒന്നും കൂടി വിപുലീകരിച്ച് നമ്മൾ malabarresourcehub.com എന്നുള്ള ഒരു വെബ്സൈറ്റിലൂടെ ഇത്തവണ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ധാരാളം വീഡിയോസ്, നമ്മളുടേതായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ക്രോഡീകരിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് മലബാർ റിസോഴ്സ് ഹബിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെമസ്റ്റർ 4 സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് സബ്ജക്ട് കോഡ് 4013 എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. പൊതുവെ ഭയങ്കര വലിയ വാസ്റ്റായിട്ടുള്ള ഒരു സിലബസും നമുക്ക് വളരെയധികം കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ച് തീർക്കേണ്ടതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ വിഷയം വരാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ പഠിക്കാൻ അല്ലെങ്കിൽ പാസ്സാവുള്ള മാർക്കിൻ്റെ അടുത്ത് എത്തൂല്ല, നമ്മളൊക്കെ കൃത്യമായിട്ട് ആവശ്യമുള്ളത് പഠിക്കൂല, നമ്മളൊക്കെ പഠിക്കുന്നത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ് ഈ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനാലിസിസും അതോടൊപ്പം തന്നെ നമ്മളുടെ MRHലൂടെ നമ്മൾ ഈ ക്ലാസ്സുകൾ, അതായത് ക്രാഷ് പോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്ന CBR സ്ട്രാറ്റജി അല്ലെങ്കിൽ കോച്ചിങ് ബേസ്ഡ് റിവിഷൻ അതെന്താണ് എന്നുള്ളതിൻ്റെയും കൂടിയുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ MRHലൂടെ ഇത്തരത്തിൽ എക്സാം എടുക്കാൻ സമയത്ത് നമ്മളൊരു ക്രാഷ് കോഴ്സ് പോലെ CBRും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിൽ നമ്മളെ എല്ലാവരും MRHന്റെ ഗ്രൂപ്പിൽ നമ്മൾ പോളിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിങ്ങിന്റെ ബേസിസിൽ നമുക്ക് കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് CBRലൂടെ. അല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഇപ്പോൾ മലബാർ റിസോഴ്സ് ഹബിന്റെ നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടും. അപ്പം എന്താണ് CBR അല്ലെങ്കിൽ CBR സ്ട്രാറ്റജി എന്താണ്? നമ്മൾ കഴിഞ്ഞ 2-2.5 മാസം അല്ലെങ്കിൽ 3 മാസം ഒരു സെമ്മ് തീരണ സമയത്ത് അല്ലെങ്കിൽ സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് എക്സാമിന്റെ സമയത്തൊക്കെ ബുക്ക് എടുക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ബേസിക്കലി CBR കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പാസ്സാവും എന്നുള്ള ആളുകൾക്ക് ഒന്നും കൂടി കൺസെപ്റ്റ് തറവാക്കാനും അതോടൊപ്പം തന്നെ നല്ല ഗ്രേഡിലേക്ക് എത്താനും വേണ്ടിയാണ് ഈ CBR മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആളുകളല്ല, നമുക്കെല്ലാവർക്കും ഒരേ കാലിബർ അല്ല, നമുക്കെല്ലാവർക്കും ഒരേ കാര്യങ്ങൾ ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അത്തരത്തിൽ നമ്മളെ തന്നെ നമ്മൾ കോച്ച് ചെയ്ത് നമ്മൾ റിവൈസ് ചെയ്ത് നമ്മളെ തന്നെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ CBRലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പം ഈ കോച്ചിങ് ബേസ്ഡ് റിവിഷനിലൂടെ നിങ്ങൾ എങ്ങനെയാണ് ഈ പാസ്സാവും എന്ന് പറയണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഉറപ്പോടെ അല്ലെങ്കിൽ ഷുവറിറ്റിയോടുകൂടി നിങ്ങൾ പാസ്സാവും എന്ന് പറയണത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് നിങ്ങളൊരു 50 to 60 റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാനും തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയും, ഇനി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അവർക്ക് കൺസെപ്റ്റ് തറവാക്കാനും ഒന്നും കൂടിയും ക്ലാരിറ്റി വരുത്താനും നല്ല ഗ്രേഡ് സ്കോർ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ CBR കോഴ്സ്, ഓരോ സബ്ജക്റ്റിൻ്റെയും കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര ഷുവർട്ടിയോട് പറയണമെന്നുള്ളതാണ് ഞാൻ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങളെ 2021 റിവിഷൻ വന്നതിന് ശേഷം നമുക്കിപ്പോൾ നിലവിൽ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്, നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി സൈറ്റിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ നിലവിൽ എങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. നമുക്കറിയാം 4 മൊഡ്യൂളുകളാണ് നിലവിലുള്ളത്. നമ്മൾ മൊഡ്യൂളുകൾ എന്നല്ല നമ്മൾ 2021 റിവിഷനിൽ പറയാം, നമ്മൾ പറയല് കോഴ്സ് ഔട്ട്കം എന്നാണ്. അപ്പം ആദ്യത്തെ കോഴ്സ് ഔട്ട്കമിൽ പാർട്ട് എയിൽ കോഴ്സ് ഔട്ട്കം 1 ആകാം, കോഴ്സ് ഔട്ട്കം 2 ആകാം, കോഴ്സ് ഔട്ട്കം 3 ആകാം, കോഴ്സ് ഔട്ട്കം 4 ആവാം. 9 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പാർട്ട് എയിലുള്ളത്. അതേപോലെ തന്നെ പാർട്ട് ബിയിലുള്ളത് ടോട്ടല് 24 ക്വസ്റ്റ്യൻസ് ആണ് അവർ തരിക. പക്ഷെ 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവർ തരിക. നമ്മൾ എഴുതേണ്ടത് 8 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് അവർ തരും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 9 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് ബിയിൽ 10 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 8 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ പാർട്ട് സിയിൽ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 6 ക്വസ്റ്റ്യന്റെ കൂടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് നമുക്ക് പാർട്ട് സിയിൽ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ 12 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യന്റെ കൂടെ വരുന്നതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ക്വസ്റ്റ്യൻസിന് 7 മാർക്ക് വീതം 42 മാർക്കിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് സി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ടോട്ടൽ നമ്മളെ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ പോലെ 9, 24 + 42 ടോട്ടൽ എത്ര വരിക? 75 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസേഴ്സ് വരുന്നത് അല്ലെ? ടോട്ടൽ മാർക്ക് 75ആണ്. അപ്പൊ 75ലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 നിന്ന് പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ട്? ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പാർട്ട് ബിയിൽ അവർ ചോദിച്ചിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് സിയിൽ അവർ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. ടോട്ടൽ കോഴ്സ് ഔട്ട്കം 1ൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 8 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത് 1 ക്വസ്റ്റ്യനും, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യനും, പാർട്ട് സിയിൽ അവർ ചോദിച്ചിട്ടുള്ളത് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും വീതം. എന്ന് വെച്ചാൽ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണെങ്കിലും അറ്റൻഡ് ചെയ്യണം അല്ലെ? അതിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് മൊഡ്യൂൾ 2ലും ചോദിച്ചിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ മൊഡ്യൂൾ 3യിൽ നോക്കുകയാണെങ്കിലോ, പാർട്ട് എയിൽ 2 ചോദ്യങ്ങൾ, പാർട്ട് ബിയിൽ 3 ചോദ്യങ്ങൾ, പാർട്ട് സിയിൽ എത്രയാണ്? 4 ചോദ്യങ്ങളുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ മൊഡ്യൂൾ 3യിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിലോ, മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ അവിടെയും പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്, പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ്, പാർട്ട് സിയിൽ 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 1 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് പാർട്ട് 4 മീൻസ് മൊഡ്യൂൾ 4 ചോദിച്ചിട്ടുണ്ട്? 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 31 ക്വസ്റ്റ്യൻസ് ആണ് ഒരു എക്സാമിൽ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഐഡിയ നമ്മളെ മനസ്സിലുണ്ട്. ഇനി അടുത്ത നമ്മളുടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്. മറ്റേ 2 ഈ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മൊഡ്യൂൾ 3യിൽ നിന്നാണ്. പക്ഷേ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 4ൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ രീതിയിലാണ്, ഒരേ പാറ്റേണിലാണ് 2
പിന്നെ രണ്ട് എക്സാമിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് ഏകദേശം ഒരേപോലെയാണ് രണ്ടിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഡ്യൂൾ 3 ആണ് ഏറ്റവും വലിയ വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ. അതിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് വിചാരിച്ച് മൊഡ്യൂൾ 3 കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ നമുക്ക് ഓൾറെഡി ഒരു പ്ലാന്റ് അല്ലെങ്കിൽ വീടിന്റെ എസ്റ്റിമേഷൻ തന്നിട്ടുണ്ടാവും. പിന്നെ പുറമെ അത് കൂടാതെ നമുക്ക് വെല്ലിന്റെ എസ്റ്റിമേഷൻ, സെപ്റ്റിക് ടാങ്കിന്റെ എസ്റ്റിമേഷൻ, സ്ലാബ് കൾവേർട്ടിന്റെ എസ്റ്റിമേഷൻ, പിന്നെ റീറ്റെയിനിങ് വാളിന്റെ എസ്റ്റിമേഷൻ, അത്തരത്തില് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു വലിയൊരു പാക്കേജാണ് ഈ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 4ഉം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മൊഡ്യൂൾ 3യിലേക്ക് കടക്കേണ്ടത്. നമ്മൾ നമ്മളുടെ ഉടനീളം ക്ലാസ്സിലുടനീളം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ 1 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ്, 8 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെ? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മൊഡ്യൂൾ 1 8 എണ്ണം. ഇനി മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിലോ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് 8 മാർക്കിന്റെ മീൻസ് 3 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പാർട്ട് സിയിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്താണ്, ഓരോ ക്വസ്റ്റ്യൻ വീതം നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ മൊഡ്യൂൾ 2 നമുക്ക് വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആൻഡ് മൊഡ്യൂൾ 1 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. മൊഡ്യൂൾ 4ഉം ബേസിക്കലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. മൊഡ്യൂൾ 3യിൽ നമ്മൾ കംപ്ലീറ്റ് സാധനം പഠിക്കുക എന്നുള്ളതിനപ്പുറം സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ പ്ലാനിന്റെ എസ്റ്റിമേഷൻ. അപ്പം പ്ലാന് തന്നിട്ട് അതിന്റെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേഷൻ ചെയ്യാന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും മൊഡ്യൂൾ 3യിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികം മാർക്കൊന്നും എന്താവണമെന്നില്ല, നമുക്ക് ലോസ് ആവണില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. നമ്മൾ അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമാവും. ഇനി മൊഡ്യൂൾ 3യിൽ നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതം, പാർട്ട് ബിയിൽ 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ്, അതേപോലെ പാർട്ട് സിയിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൽ 9 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. മൊഡ്യൂൾ 4ലോ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 3 ക്വസ്റ്റ്യൻസ്, ആൻഡ് പാർട്ട് സിയിൽ അവർ ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസിൽ 1 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ്. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇവിടെയും എന്താണ് 31 ക്വസ്റ്റ്യൻസ് ആണ്. 75 മാർക്കിനുള്ള 31 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2023 നിങ്ങളുടെ ഏപ്രിൽ ടൈമിൽ നടന്ന S4ന്റെ എക്സാം, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പം അവർ പിന്നെ 2023 സമയത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് 2021 റിവിഷൻ വന്നതിന് ശേഷം നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കംപ്ലീറ്റ് CBR സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എന്താണ് CBR അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയാണ് നിങ്ങൾ ഈ CBRലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ കോച്ചിങ് ബേസ്ഡ് റിവിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു CBR എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോച്ചിങ് ബേസ്ഡ് റിവിഷൻ ആണ്. ഓക്കെ, ഇതിൽ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിന് അല്ലെങ്കിൽ CO1 എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സ് ഔട്ട്കം 1ൽ നമുക്ക് 2 CBR സെഷൻസ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CBR 1 ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു CBR 2 ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുകയാണെങ്കിലോ, CO2 എടുക്കുകയാണെങ്കിലോ അതിലും ഇതേപോലെ തന്നെയാണ്, 2 സെഷൻസ് ആണ് ഉണ്ടാവുക, CBR 1, CBR 2. അങ്ങനെ നമ്മൾ CO3 എടുക്കുകയാണെങ്കിലും CO4 എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് 2 സെഷൻസ് വീതം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് 8 സെഷൻസ് ആണ് നമ്മൾ CBRൽ പ്രൊവൈഡ് ചെയ്യണത്, 8 സെഷൻസ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ മൊഡ്യൂളിലും അല്ലെങ്കിൽ ഓരോ കോഴ്സ് ഔട്ട്കമ്മിലും 2 CBR സെഷൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ 4 മൊഡ്യൂൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് 8 CBR സെഷൻസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇനി CBRന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കിയപ്പോൾ പാർട്ട് എയിൽ എങ്ങനെയായിരുന്നു, 1 മാർക്കിന്റെ 9 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു സെഷനിൽ 1 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് നോക്കും. പാർട്ട് ബി നോക്കുകയാണെങ്കിലോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്യുക. പാർട്ട് സി നോക്കുകയാണെങ്കിലോ 7 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്യുക. ഞാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഒരു CBR സെഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കറിയാം 4 സെമസ്റ്റർ ആണ് കോഴ്സ് ഔട്ട്കം 1ൽ റിവിഷൻ ടെസ്റ്റ് 1 ആദ്യത്തെ നമ്മളെ CBRന്റെ സംഗതിയാണ്. ഇതിൽ നോക്കിയേ, പാർട്ട് എയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആ ടോട്ടല്? പാർട്ട് എയിൽ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിന്റെ 1 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് എയിൽ കവർ ചെയ്യുന്നത്. പാർട്ട് ബിയിലോ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ കവർ ചെയ്യുന്നത്. പാർട്ട് സി നോക്കുകയാണെങ്കിലോ 7 മാർക്കിന്റെ 3 ചോദ്യങ്ങളാണ്. അതെന്തുകൊണ്ടാ 7 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാർട്ട് സിയിൽ? കാരണം പാർട്ട് സി ആണ് നിങ്ങളെ മാർക്ക് സ്കോറിംഗ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഔട്ട്കം 1 എടുത്ത് ഒരു മൊഡ്യൂൾ 1 നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ 7 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് പാർട്ട് എ? ഇത് കോഴ്സ് ഔട്ട്കം 1 പാർട്ട് എയിലെ 3 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിലെ 2 ക്വസ്റ്റ്യൻസ്, പാർട്ട് സിയിലെ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ രീതിയിലാണ് ഓരോ സെഷൻസും CBR സെഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് CBR 1 എന്ന് പറയുന്നത്. ഇനി ഇതേ കോഴ്സ് ഔട്ട്കമ്മിന് CBR 2 ഉണ്ടാവും. അപ്പൊ അതിലും നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യുന്നത്? 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സെഷനിലും 8 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അതിലോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓരോ കാറ്റഗറിയിൽ അല്ലെ, പാർട്ട് എയിൽ ഒരു കാറ്റഗറി ഉണ്ട്, പാർട്ട് ബിയിൽ പാർട്ട് ബി ഒരു കാറ്റഗറിയാണ്, പാർട്ട് സിഒ ഒരു കാറ്റഗറിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് ഔട്ട്കമ്മിൽ അല്ലെ, ഒരു CO1 അല്ലെങ്കിൽ മൊഡ്യൂൾ 1ൽ നമ്മൾ കവർ ചെയ്യുന്നത് എത്രയാണ്? ഒരു മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്? 2 CBRലൂടെ നമ്മൾ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. അതാണ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇനി 4 ക്വസ്റ്റ്യൻസ് ആണ് 2 CBRും കൂടിയിട്ട് 3 മാർക്കിന്റെ കാറ്റഗറി 4 ക്വസ്റ്റ്യൻസും, 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 7 മാർക്കിന്റെ കാറ്റഗറി. അതാണ് മാർക്ക് സ്കോറിംഗ് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിലാണ് നമ്മൾ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത്. സോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. കാരണം അതും നമ്മൾ ഈ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് വന്ന് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കോഴ്സ് ഔട്ട്കമ്മെന്നും നമ്മൾ കവർ ചെയ്യുന്നത് എത്രയാണ്? ടോട്ടൽ 16 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടോട്ടൽ ഒരു കോഴ്സ് ഔട്ട്കമ്മെന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. 16 ക്വസ്റ്റ്യൻസ്. CO2 എടുക്കുകയാണെങ്കിലോ അതിലും നമ്മൾ 16 എണ്ണം, CO3 എടുക്കുകയാണെങ്കിലോ അതിലും നമ്മൾ 16 എണ്ണം, CO4 എടുക്കുകയാണെങ്കിലോ അതിലും നമ്മൾ 16 എണ്ണം. ടോട്ടൽ നമ്മൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 64 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നത്. എത്ര മണിക്കൂർ കൊണ്ടാ നിങ്ങൾ കവർ ചെയ്യണത്? അതായത് ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്കാർ, സബ്ജക്റ്റ് നിങ്ങൾ തീരെ കവർ ചെയ്യാത്ത ആൾക്കാർ നോക്കുന്നത് 64 ക്വസ്റ്റ്യൻസ് ആണ് ഒരു മൊഡ്യൂൾ. ഏകദേശം എത്ര സമയം എടുക്കും? ഓരോ ക്ലാസ്സും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. നമ്മൾ ഒരു ആവറേജ് 1 മണിക്കൂർ നമുക്ക് കൂട്ടാം. 1 മണിക്കൂറാണ് നിങ്ങൾ ഒരു സെഷൻ എടുക്കണമെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് 8 ഹവേഴ്സ് നിങ്ങൾ ഇതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഗ്യാരണ്ടി തരുന്ന 50 to 60 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50 to 60 മാർക്സ് നിങ്ങൾക്ക് 75ൽ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ടോട്ടൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതിൽ ഒരു എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 31 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആ 4 മൊഡ്യൂളിലെ 64 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പഠിച്ചിട്ട് പോണത്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി. ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് എങ്ങനെ ആയാലും നിങ്ങൾക്ക് 75ൽ ഒരു 30 മാർക്ക് പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ സുഖമാണ്. അതുമല്ല, ഞങ്ങൾ 50 to 60 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യും എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല പഠിച്ച ആളുകൾ, ഒരുവിധം നോക്കിയ ആളുകൾക്ക് ഇത് 75 വരെ മാർക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എത്ര പഠിച്ചാലും അതിനെ കൺസെപ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പം കൃത്യമായിട്ട് കോളേജുകളിൽ നിന്നോ ക്ലാസ്സുകളിൽ നിന്നോ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഈ CBR സെഷൻസ്, അതായത് എക്സാം എടുക്കുന്ന സമയത്ത് CBR സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഭൂരിഭാഗം നമ്മൾ എടുക്കുന്ന സമയത്തും കുട്ടികൾ ലാസ്റ്റിലേക്കാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സായിട്ട് CBR സെഷൻസ് ഓരോ സബ്ജക്റ്റിന്റെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു CBR ഇൻ ENC, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ പറയുന്ന നമ്മുടെ CBR മെത്തഡോളജി അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക്
നിങ്ങളുടെ കൂടെ തന്നെ മെൻറ്ററായിട്ട് സപ്പോർട്ടായിട്ട് ഞങ്ങൾ സ്റ്റാഫുകൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസ്, എക്സാം എടുക്കുന്ന സമയത്ത് ലൈവായിട്ടുള്ള 2-3 സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബാക്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മളുടെ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളത് നോക്കാം. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ യൂട്യൂബിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് മുന്നിലുണ്ട്. ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്. CBR സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. നമ്മളെ MRHന്റെ റിസോഴ്സ്, നമ്മൾ ഈ ചാനലിൽ പുതിയ നമ്മളെ വെബ്സൈറ്റിലടക്കം നമ്മൾ ഫ്രീ കോഴ്സുകൾ അതിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളത് ഡിസൈഡ് ചെയ്യുക. നിങ്ങളെ സഹായിക്കാൻ എന്നും എന്നും എപ്പോഴും MRH നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മളുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സെഷനുകളിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.